നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ നിയമിച്ചു. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പുതിയ കരസേനാ മേധാവി. 30-ന് ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമേൽക്കും. നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. ഇതോടെയാണ് നിയമനം. കരസേന ഉപമേധാവിയായി ഫെബ്രുവരിയിലാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റത്. പാകിസ്ഥാൻ, ചൈന അതിർത്തികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ മാസം 30-ന് ദ്വിവേദിയും വിരമിക്കേണ്ടതാണ്. എന്നാൽ ജനറൽ പദവി ലഭിക്കുന്നതോടെ 2 വർഷം കൂടി സേവനം അനുഷ്ഠിക്കാം. റഷ്യ-യുക്രൈൻ യുദ്ധം. റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്തവരാണ് കൊല്ലപ്പെട്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി റഷ്യൻ അധികൃതരുമായി സംസാരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. +1 സീറ്റ് ലഭിച്ചില്ല. മലപ്പുറത്ത് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പരപ്പനങ്ങാടി സ്വദേശി ഹാദി റുഷ്ദിയാണ് മരിച്ചത്. +1 സീറ്റ് കിട്ടാത്ത നിരാശയിലാണ് കുട്ടി ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. +1 സീറ്റ് കിട്ടാത്തതിൽ കുട്ടി മാനസികമായി വിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അതേസമയം കുട്ടിക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ 5A+ ലഭിച്ചിട്ടുണ്ടെന്നും എന്തോ മാനസിക പ്രശ്നമുള്ളതായി അറിഞ്ഞതെന്നും പോലീസ് വ്യക്തമാക്കി. അതിന് ചികിത്സ തേടിയിട്ടുള്ളതായി ബന്ധുക്കൾ അറിയിച്ചിരുന്നു. +1 സീറ്റ് കിട്ടാത്തതാണ് മരണകാരണമെന്ന് പൂർണ്ണമായി പറയാനാവില്ലെന്നും പോലീസ് പറഞ്ഞു. സൗഹൃദം നടിച്ച വനിതാ ഡോക്ടറിൽ നിന്നും പണവും സ്വർണവും കവർന്നു. യൂട്യൂബർ പിടിയിൽ. സൗഹൃദം സ്ഥാപിച്ച വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും തട്ടിയെടുത്ത കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ. എറണാകുളം സ്വദേശിയായ ജയശങ്കറാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാൾ വനിതാ ഡോക്ടറെ പരിചയപ്പെടുന്നത്. പതുക്കെ ഇയാൾ ഡോക്ടറുമായി സൗഹൃദം സ്ഥാപിച്ചു. ഡോക്ടറുമൊത്ത് ഫോട്ടോ എടുത്ത യൂട്യൂബർ ഈ ചിത്രങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. കെ മുരളീധരന് വേണ്ടി തലസ്ഥാനത്ത് പോസ്റ്റർ. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി കെ മുരളീധരന് വേണ്ടി പോസ്റ്റർ ക്യാമ്പയിൻ. KPCC DCC ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. മുരളീധരൻ നേരത്തെ മത്സരിച്ചിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ എത്തണം എന്നതാണ് പോസ്റ്ററിലെ ആവശ്യം. തൃശൂരിലെ കടുത്ത പരാജയത്തിന് പിന്നാലെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുന്നുവെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മുരളീധരനെ അനുനയിപ്പിക്കാൻ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുവെന്നാണ് സൂചന. മുരളീധരൻ ഇന്ന് ഡൽഹിയിലേക്ക് പോകും.